കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. പുഞ്ചിരി അതൊരു ഭാഷയാണ്. ഏത് ദേശക്കാരോടും അനായാസം സംസാരിക്കാൻ തോന്നുന്ന ഭാഷ. നമ്മളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു നിമിഷത്തേക്ക് പുഞ്ചിരിച്ചാൽ ആ ഫോട്ടോ നന്നാവുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും പുഞ്ചിരിച്ചാലും നമ്മുടെ ജീവിതം എത്ര മനോഹരമായി മാറും. നാം കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഹലോ എവ്രിവൺ, റേഡിയോ പ്രിയോൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഇസ് യുവർ RJ ജുവൽ സൈനിങ് ഇൻ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇന്ന് മെയ് 5 ലോക ചിരി ദിനം. വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ ഒരിക്കൽ പറയുകയുണ്ടായി, ചിരിയുടെ ആക്രമണത്തിനെതിരെ ഒന്നും നിലനിൽക്കില്ല. മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ് ചിരിക്കാൻ കഴിയുക എന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ലോക ചിരി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് റേഡിയോ പ്രിയോറിൻ്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. റേഡിയോ പ്രിയോറിൻ്റെ ഈ പുതുപുത്തൻ എപ്പിസോഡിൽ നമ്മെ അഭിസംബോധന ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വം മറ്റാരുമല്ല, ഒത്തിരി വർഷക്കാലം നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന നല്ലൊരു പ്രാസംഗികനും നല്ലൊരു ഗായകനും സമൂഹോപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയുമായ നമ്മുടെ സ്വന്തം ഷാജു സാറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി നമുക്ക് കാതോർക്കാം. പ്രിയമുള്ളവരെ, നിരവധി എപ്പിസോഡുകൾ പിന്നിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന റേഡിയോ പ്രിയോറിൻ്റെ പിന്നണി പ്രവർത്തകരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ ശ്രവ്യരൂപ ഭംഗിയോടെ അവതരിപ്പിക്കുന്നതിന് റേഡിയോ പ്രിയോർ വേദിയാവുന്നുണ്ട്. ഇനിയും ഒത്തിരി പേർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഈ പരിപാടി ഉപകരിക്കും എന്നതിൽ സംശയമില്ല. അതുപോലെ തന്നെ ആധുനിക മാധ്യമരംഗത്തെ പ്രതികരണവേദിയായ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ഇതിലെ പങ്കാളികൾക്ക് ധൈര്യം ലഭിക്കും എന്നത് ഈ പരിപാടിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഈ എപ്പിസോഡിൻ്റെ പ്രായോജകരായ പ്രീത ടീച്ചർക്കും കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനത്തിൻ്റെ 4 വരി ആലപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടി തൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ് തിരകളുയരുമ്പോൾ മൗനം പാടുന്നു. വ്യക്തിത്വത്തിൻ്റെ വിപുലീകരണമാണ് ജോലി. ഇത് ഒരു നേട്ടമാണ്. ഒരു വ്യക്തി സ്വയം നിർവചിക്കുന്നതിനും അവൻ്റെ മൂല്യം അളക്കുന്നതിനും അവൻ്റെ മാനവികത ഉള്ള ഒരു മാർഗമാണിത്. നമുക്ക് ചുറ്റും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും സമർപ്പണവും കൈമുതലായവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ദിവസമാണ് മെയ് ദിനം. മെയ് ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോടൊപ്പം ചേരുന്നു 6Aയിൽ നിന്നും അനുരാഗ്. മെയ് മാസം 1 മെയ് ദിനം ആഘോഷിക്കുന്നത്. ലോക തൊഴിലാളി ദിനം എന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്.
അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നാണ് ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിൻ്റെ സ്മരണക്കായി മെയ് 1 ആഘോഷിക്കണം എന്ന ആശയമുണ്ടായത് 1856 ഓസ്ട്രേലിയയിലാണ്. മെയ് ദിനം ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ സ്മരിക്കുന്ന ഒരു ദിനമാണിത്. ഇതിൻ്റെ പ്രചോദനം അമേരിക്കയിൽ നിന്നും ഉണ്ടായതാണെന്ന ഒരു വാദവുമുണ്ട്. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നു. Poetry is thought that breathe and words that burn. Now let's listen to an English poem named The Daffodils by Sanjana Praveen of 6A. Hello everyone, today I would like to recite a poem to Daffodils by Robert Herrick. Fair daffodils, we weep to see you haste away so soon. As yet the early rising sun has not attained his noon. Stay, stay, until the hasting day has run. But the even song and having prayed together, we will go with you alone. We have short time to stay as you, we have as short a spring, as quick a growth to meet decay as your or anything we die. As your hours do and dry away like to the summer's rain, or as the pearls of mornings do never to be found again. Thank you. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും നാം അറിയാത്ത ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത്തരം പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ ഫിൻലൻഡും ഐസ്ലൻഡും തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കുവാനായി നമ്മോടൊപ്പമുള്ളത് 6Aയിൽ നിന്നും അമിയ ജിൻസൺ. വ്യത്യസ്തതരമായ വൈവിധ്യങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളും പ്രശസ്തമാണ്. എന്നാൽ നമുക്ക് അറിയാത്ത ചില പ്രത്യേകതകളുള്ള രാജ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം, ജീവിതശൈലി, സംസ്കാരം തുടങ്ങിയ നിരവധി മേഖലകളിൽ വ്യത്യസ്തതരമായ കാഴ്ചപ്പാടുകളാണ് ഓരോ രാജ്യങ്ങൾക്കും. ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. എന്നാൽ ഫിൻലാൻഡിൽ പരീക്ഷകളില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഫിൻലാൻഡ് എന്ന രാജ്യത്ത് പരീക്ഷകളില്ല. ചെറിയ ക്ലാസുകളിൽ കളികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രാഥമിക സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ക്ലാസ്സുള്ളൂ. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾക്ക് പകരം മത്സരത്തേക്കാൾ സഹകരണത്തിന് മുൻഗണന നൽകുകയും വിദ്യാർത്ഥികളുടെ ശക്തിയിലും താൽപ്പര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഐസ്ലാൻഡ് അഗ്നിപർവ്വതങ്ങളുടെ നാടായ ഐസ്ലാൻഡിലെ ബ്ലൂ ലഗൂൺ വളരെ പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ജിയോ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വിടുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിക്കുന്നത്. ടർബണിലൂടെ കടന്നുപോയ ശേഷം ഊർജ ഉത്പാദനത്തിന് പുനരുപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ ജലം കുളത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. നിരവധി ധാതുസമ്പുഷ്ടമായ ഈ വെള്ളം പല ത്വക്ക് രോഗങ്ങൾ മാറുന്നതിനും സഹായിക്കുന്നു. നിരവധി സന്ദർശകരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. കൺമണി അൻപോട് കടിതമേ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം നാം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണിത്. ഈ ഗാനം നമുക്കായി പാടുന്നു 6Aയിൽ നിന്നും ആദിത്യ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമായി ഞാൻ ഇങ്ക സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയിൽ കവിത സുട്ടത് അത് എഴുത നിനക്കയിൽ വാർത്തു മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ലാലല ലാലാല പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമായി ഞാൻ ഇങ്ക സൗഖ്യമേ. ലാലല ലാലാല മുങ്കായ കായമെന്നും തന്നാലെ മാറിപ്പോന മായമെന്ന് പൊന്മാനേ പൊന്മാനേ എന്ന കായமான போது என் மேனி தாங்கி கொள்ளும் உந்த மேனே தாங்காந்து சிந்தேனே. இந்த காதல் என்னை வின்ற சொல்லாமல் எங்க அழகு வந்தது.
எந்த சோகம் முன்னே தாங்கும் என்றென்று போகும் வந்து அழகு வந்தது. மனிதர் உன்னது கொள்கை, இது மனித காதல் எல்லை, அதையும் தாண்டி புனிதமாகுது. அபிராமியே தாளாட்டும் சாமியே நான் தானே தெரியுமா. ശിവകാമിയെ ശിവലിൽ നീയും പാതിയേ അത് വന്നു പുരിയുമാ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്ലസ് LP സ്കൂൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു. ഇന്ന് മെയ് 5 ലോക ചിരിദിനം. ഓരോ ദിവസവും ചിരിക്കാനും സന്തോഷിക്കാനും ഇഷ്ടപ്പെടുന്ന നാം ഓരോരുത്തർക്കും ലോക ചിരിദിനത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ നമ്മളോടൊപ്പമുള്ളത് 6Aയിൽ നിന്നും നമ്മുടെ സ്വന്തം അതുല സജീവാണ്. ഇന്ന് ലോക ചിരിദിനമാണ്. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ലോക ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട്. മാനസിക സമ്മർദ്ദം, വേദന എന്നിവ കുറയ്ക്കും, ഹൃദയാരോഗ്യം സംരക്ഷിക്കും തുടങ്ങി ചിരിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. ചിരിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയിക്കാനും ലോക സമാധാനത്തിനും വേണ്ടിയാണ് ലോക ചിരിദിനം ആഘോഷിക്കുന്നത്. ലോക ചിരിദിനം ഇന്ത്യയിലാണ് ആദ്യമായി ആചരിച്ചത്. ചിരിയോഗ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ മദൻ കതാരിയക്കാണ് ലോക ചിരിദിനം ആരംഭിച്ചത്. 1998 ജനുവരി 11 മുംബൈയിലാണ് ആദ്യമായി ലോക ചിരിദിനം ആഘോഷിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക ചിരിദിനം ആരംഭിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച ലോക ചിരിദിനമായി ആഘോഷിച്ചു വരികയാണ്. ഇനിയൊരു പാട്ട് കേട്ടാലോ? അതിമനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു 6Aയിൽ നിന്നും ജുവൽ സായിജ്. ലെറ്റ്സ് ലിസൺ ടു ഹെർ മെലഡിയസ് വോയിസ്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാൻ നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ. ഹായ്, ദേ ജിനു ആൻറ്റി ആണല്ലോ അത്. ആൻറ്റി ഇവനെയും കൊണ്ട് എങ്ങോട്ടാണ്? സെന്റ് ഫിലോമിനാസിലും അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞ് ഇവനെ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അത് കൊള്ളാം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മികച്ചത് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന വിശാലമായ ലൈബ്രറി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, AC കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട്, കമ്പ്യൂട്ടർവൽക്കരിച്ച ക്ലാസ് റൂമുകൾ, ഉച്ചഭക്ഷണം, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനം, 5ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനത്തിനായുള്ള അവസരങ്ങൾ, ചിത്രരചന ക്ലാസുകൾ, ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ് നിർമ്മാണം, ഫാഷൻ ഡിസൈനിങ്, പാചക പരിശീലനം, കരാട്ടെ, സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ, അതിഗംഭീരമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബാൻഡ്, കായിക ഇനങ്ങളായ ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്ലാസുകൾ, കലാപരമായ കഴിവുകൾ വളർത്താൻ ആവശ്യമായ ഗിറ്റാർ, വയലിൻ ക്ലാസുകൾ എന്നിവ ഇവിടെയുണ്ട്. SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളും NMMS, USS തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനവും KCSL മോറൽ സയൻസ് ക്ലാസുകളും ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിയെ സ്നേഹിച്ചു വളരാൻ ഞങ്ങൾക്ക് ഹരിതസഭയും നേച്ചർ ക്ലബ്ബുമുണ്ട്. ഓരോ വിശേഷ അവസരങ്ങൾക്കും മാറ്റുകൂട്ടാൻ വിഷയാധിഷ്ഠിത ക്ലബ്ബുകളും. പിന്നെ ഞങ്ങളുടെ എല്ലാം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി തരുന്ന സെന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ. 162 എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്നു. കലാകായിക മത്സരങ്ങളിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ ധാരാളം പ്രതിഭകൾ സ്കൂളിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങളെ മക്കളായി കണ്ട് കൂടെ കൊണ്ടു നടന്ന് പാഠങ്ങൾ പറഞ്ഞു തന്ന, അറിവിൻ്റെ ആഴങ്ങൾ പകർന്നു തരുന്ന
ഞങ്ങളുടെ സ്വന്തം ഗുരുക്കന്മാരും. സെൻറ്റ് ഫിലോമിനാസിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ അറിയാൻ കഴിഞ്ഞല്ലോ. സംസാരിച്ച് നടന്ന് സ്കൂൾ എത്തിയത് അറിഞ്ഞില്ല. അവിടെയാണ് ആൻറ്റി ഓഫീസ് റൂം. താങ്ക് യു മക്കളെ. ടാറ്റ. ബൈ. കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളിലെത്തി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മടിച്ചിരിക്കേണ്ടാട്ടോ, പോന്നോളൂ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നിങ്ങൾ മനസ്സിലലയിടിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ ഹൃദ്യമായി പുഞ്ചിരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദിസ് ഇസ് യുവർ RJ ജിവൽ സൈനിങ് ഔട്ട്. ബൈ ബൈ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം.